തൊഴിൽ സംബന്ധമായ കാര്യങ്ങളോ സ്വത്ത് സംബന്ധമായ കാര്യങ്ങളോ ഒരാളെ വിശ്വസിച്ചേൽപ്പിച്ചാൽ അതിന് ഭംഗം വരുത്തിക്കൊണ്ടൊരു വിശ്വാസ വഞ്ചന ചെയ്താൽ ദുബായ് കോടതി വെറുതെ വിടില്ല എന്നുള്ളതിൻ്റെ ഉദാഹരണം ഒരു പ്രവാസിക്ക് 2.5 മില്യൺ ദിർഹം നഷ്ടപരിഹാരം നൽകാൻ വേണ്ടിയുള്ള വിധത്തിൽ കോടതിയുടെ വിധി വന്നിരിക്കുന്നു. മാത്രം 2.5 മില്യൺ ദിർഹം കൊടുക്കണമെന്ന് മാത്രമല്ല, ഈ വിശ്വാസ വഞ്ചനയ്ക്ക് 1 വർഷം ജയിലിൽ കിടക്കണം. അത് കഴിഞ്ഞിട്ട് ഈ പ്രവാസിയെ നാട് കടത്തുകയും ചെയ്യും എന്നാണ് കോടതി വിധി പറയുന്നത്. വിശ്വാസ വഞ്ചന, ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് അത്രയ്ക്ക് ഗുരുതരമായിട്ടുള്ള ഒരു തെറ്റാണെന്ന് മനസ്സിലാക്കി വിശ്വസിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരവാദിത്വമാവട്ടെ, സ്വത്താവട്ടെ, അല്ലെങ്കിൽ ഓഫീസ് ജോലി സംബന്ധമായ കാര്യമാവട്ടെ, അതിന് പ്രശ്നം വരാത്ത രൂപത്തിൽ കൊണ്ടുപോകേണ്ട ബാധ്യത യുഎഇയിൽ ജോലി ചെയ്യുമ്പോൾ നമുക്കുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി ഈ ദുബായ് കോടതി വിധി ഇവിടെ പരാമർശിച്ചതാണ്. നിങ്ങളുടെ അനുഭവത്തിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? വിശ്വാസവഞ്ചനയ്ക്ക് വിധേയമായിട്ടുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? ആരെങ്കിലുമൊക്കെ വിശ്വാസവഞ്ചന ചെയ്തിട്ട് മാനഹാനിയും നഷ്ടമൊക്കെ വന്നിട്ടുണ്ടോ എങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തിയാൽ പരസ്പരം നമുക്കറിയാമല്ലോ. ആരുടെയും പേരുകളൊന്നും വ്യക്തമാവാതെ സംഭവങ്ങൾ മാത്രം സൂചിപ്പിച്ചാൽ നല്ല കാര്യം. ദുബായിയുടെ ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ടുള്ള ദീവ, DEWA, അതിപ്പോൾ ChatGPT നമ്മൾ ആ ദീവ നമ്പറൊക്കെ അടിച്ചു കൊടുത്താൽ അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടുന്ന സംവിധാനത്തിലേക്ക് എത്തുകയാണ്. ഒരുപക്ഷെ ഒരു യൂട്ടിലിറ്റി ബിൽ അത് സംബന്ധിച്ച ഡീറ്റെയിൽസ് ലോകത്തിലാദ്യമായി ഇങ്ങനെ AI സംവിധാനമായ ChatGPTയിൽ കിട്ടുക എന്നുള്ളത് ആദ്യത്തെ കാര്യമായിട്ട് മാറുന്നതും ഈ ദീവയുടെ കാര്യത്തിലാണ്. മാത്രമല്ല, ഒരു ഗവൺമെൻറ് സംവിധാനം ഇത്തരത്തിൽ ആദ്യമായിട്ട് UAEയിൽ നിന്ന് ഇങ്ങനെ ChatGPTയുടെ പ്ലാറ്റ്ഫോമിൽ വരുന്നതും ആദ്യമായിട്ടാണ്. അങ്ങനെ UAE കൂടുതൽ ഉയരങ്ങളിലേക്ക്, പ്രത്യേകിച്ച് ദുബായിയുടെ ഡിപ്പാർട്ട്മെൻറ്റുകൾ AI സംബന്ധമായ കാര്യങ്ങളിൽ പുരോഗതിയുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണമായി ഈ കാര്യത്തെ നമുക്ക് കണക്കാക്കാം. റമദാൻ വരുന്നു. ഷാർജയിലെ സ്കൂളുകൾക്ക്, പ്രത്യേകിച്ച് പ്രൈവറ്റ് സ്കൂളുകൾക്ക് അവരുടെ സ്കൂൾ സമയം ഫിക്സ് ചെയ്യുന്നതിൽ ഒരു അയവ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എന്ന് വെച്ചാൽ 6 മണിക്കൂറാണ് റമദാനിൻ്റെ സമയം. അത് തുടങ്ങുന്നതും അവസാനിപ്പിക്കുന്നതുമായിട്ടുള്ള സമയം, ആ ഒരു ഫ്ലെക്സിബിലിറ്റി കൊണ്ടുവരാൻ അതാത് സ്കൂളുകൾക്ക് അർഹതയുണ്ട്, അധികാരമുണ്ടായിരിക്കും. അപ്പോൾ താമസിച്ച് സ്റ്റാർട്ട് ചെയ്യണോ, അതനുസരിച്ച് 6 മണിക്കൂർ കഴിയുമ്പോൾ സ്കൂള് നിന്ന് അവസാനിപ്പിക്കണോ, ഇത്തരം കാര്യങ്ങളിലൊക്കെ തീരുമാനിക്കാം. കുട്ടികൾ എപ്പോൾ വരണം, അധ്യാപകർ, മറ്റ് സ്റ്റാഫുകൾ എപ്പോൾ വരണം, ഇക്കാര്യത്തിൽ ഒരു പൊതുവായിട്ടുള്ള നിയമമല്ല. റമദാനിൽ വേണമെങ്കിൽ അതാത് സ്കൂളുകൾക്ക് സൗകര്യമനുസരിച്ച് 6 മണിക്കൂർ സമയക്രമം ഉണ്ടാക്കിയെടുക്കാം എന്നാണ് പറയുന്നത്. ഇപ്പോൾ നാട്ടിലേക്ക് പോകുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ടെന്ന് ഒന്നും മനസ്സിൽ വെക്കേണ്ട കാര്യം, കഴിഞ്ഞ ദിവസവും ഇപ്പോൾ എമിറേറ്റ്സ് എയർലൈൻസിൻ്റെ വിമാനം ചെന്നൈയിലേക്ക് പറന്നതാണ്. പക്ഷേ പോയി ബാംഗ്ലൂരിൽ ലാൻഡ് ചെയ്യേണ്ടി വന്നു. രാവിലെ 4:30 കഴിയുമ്പോൾ അങ്ങോട്ട് മഞ്ഞ് കൂടിക്കൂടി വരികയാണ്. 5:30-ക്കും 6 മണിക്കും 7:30-ക്കും ഒക്കെ നോക്കുമ്പോൾ വിസിബിലിറ്റി കുറഞ്ഞു വരികയാണ്. ആ ദൃശ്യപരിധി കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും ലാൻഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ എമിറേറ്റ്സിൻ്റെ വിമാനം ചെന്നൈക്ക് പകരം ബാംഗ്ലൂരിൽ പോയി ലാൻഡ് ചെയ്തു. എന്നിട്ട് വീണ്ടും കറങ്ങി തിരിഞ്ഞ് ചെന്നൈയിൽ വന്നിട്ടാണ് ആൾക്കാരെ ഇറക്കിയതും വീണ്ടും യാത്രക്കാരെ കയറ്റി. രാവിലെ ഒരു 11:30 മണിയൊക്കെയായി ഒന്ന് ലെവലായി വരാൻ എന്ന രൂപത്തിലാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത്. ഈ ഒരു കാലതാമസം ഉണ്ടാകാൻ മൂടൽമഞ്ഞ് കാരണമുള്ള സാധ്യതയെക്കുറിച്ച് നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കുക, അതിനുവേണ്ടി സൂചിപ്പിച്ചതാണ്. നൈറ്റ് അപ്ഡേറ്റ്സ് സപ്പോർട്ടഡ് ബൈ ഹാഷിം ഹൈപ്പർ മാർക്കറ്റ്, കല്യാൺ ജുവലേഴ്സ്, ലുലു, പാർത്ഥ സിഗ്നേച്ചർ, അരീൻ ബേക്കേഴ്സ്, eLessons.net, എക്സ്പ്ലോർ എഡ്യൂക്കേഷൻ, കിസ ഫ്ലോർ മിൽസ്, ബെസ്റ്റ് എക്സ്പ്രസ് കാർഗോ, ഫിറ ഫുഡ്സ്, ധൻവന്തരി ആയുർവേദ, അലുസൂദ് കാർഗോ, ഗോൾഡ് സ്റ്റാർ റെന്റ് കാർ, ആയുർമന ആയുർവേദ, ഡോക്ടർ റസീന ആയുർവേദിക് ക്ലിനിക്, ഹെയിൻ ഗോൾഡൻ ഡയമണ്ട്സ്, ചോക്കോ വേൾഡ് അബുദാബി.